അങ്ങനെ നേരെ ചന്തയിലൊക്കെ പോയി മീനൊക്കെ മേടിച്ച് നേരെ കൊണ്ടുവന്ന് ഞാൻ കറിക്കും പൊരിക്കാനും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കയ്യോടെ തന്നെ ഞാൻ പൊരിക്കാൻ വേണ്ടിയായിട്ട് അമ്മിയിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളിയും കൂടി എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് പൊരിക്കുന്നതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. കുറച്ച് എസ്തറ്റിക് ആവട്ടെ എന്ന് വിചാരിച്ചു അമ്മിയിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, അല്ലെങ്കിൽ മിക്സിയിലാണ് അടിക്കുന്നത്. എന്നിട്ട് നേരെ കൈയോടെ എല്ലാം അങ്ങ് അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ മരിച്ചീനി അരിയാണ്. മരിച്ചീനി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി. അതോടെ തന്നെ ഞാൻ ചീര അരിഞ്ഞ് വെച്ചു കേട്ടോ. ചീരയും കൈയോടെ എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ നേരെ സലാഡ് അരിയാൻ വേണ്ടി പോയി. കുറച്ച് കുക്കുംബറും സവാളയും എടുത്ത് സലാഡിന് അരിഞ്ഞ് തൈരൊക്കെ ഒഴിച്ച് സലാഡ് അങ്ങോട്ട് സെറ്റാക്കി മാറ്റി വെച്ചു. എന്നിട്ട് കറിക്ക് അരയ്ക്കാനായിട്ട് തേങ്ങയെല്ലാം തിരുവി കറിക്കെല്ലാം അരയ്ക്കാൻ വേണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ കറിയുടെ അരപ്പൊക്കെ ചട്ടിയിൽ ഒഴിക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് മണമുള്ള മുളകും കുറച്ച് കറിവേപ്പിലയും ഉലുവയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കേട്ടോ. മണമുള്ള മുളക് ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഇതിനെ ഉടംകൊല്ലി എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താണ് പറഞ്ഞത് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് മരിച്ചീനിയൊക്കെ വെന്ത് അതിനെ സെറ്റാക്കി വെച്ചതിന് ശേഷം തോരൻ വെച്ചു. ചീര തോരനാണ്. ചീര എല്ലാം കൂടി സെറ്റാക്കി വെച്ചതിന് ശേഷം നേരെ പോയി അരി നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അരിയൊക്കെ വെന്തു. പിന്നെ പൊരിക്കാനുള്ളതൊക്കെ എല്ലാം പൊരിച്ചു. കറി തിളച്ചപ്പോഴത്തേക്ക് മീനെല്ലാം ഇട്ടു. തക്കാളി ആ സമയത്താണ് കേട്ടോ ഇടുന്നത്. ഇട്ടിട്ട് കറി അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയാണ്. അപ്പോൾ അടുത്ത ദിവസം കൊണ്ട് വീണ്ടും കാണാം. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.